ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ജീവനുണ്ടോ ചത്തോ എന്ന ചർച്ചകൾ നടക്കുകയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ചത്തതെന്ന് വിശേഷിപ്പിച്ച ട്രംപിന് തിരിച്ചടി നൽകിയിരിക്കുകയാണ് അമേരിക്ക ആസ്ഥാനമായുള്ള ആഗോള AI ഭീമന്മാർ. മെറ്റ, ജെമിനി, ചാറ്റ് GPT, ഗ്രോക്ക്, കൊപ്പൈലറ്റ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കുതിക്കുന്നുവെന്നും ലോകത്തെ ഏറ്റവും ചലനാത്മക എക്കണോമി എന്നും ട്രംപിന്റെ മണ്ടത്തരം തിരുത്തി ആഗോള AI കമ്പനികൾ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മരിച്ചു എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദവും ഇന്ത്യൻ ഇറക്കുമതികൾക്ക് 25% തീരുവ ഏർപ്പെടുത്തിയ പ്രഖ്യാപനവും ഒരു രാഷ്ട്രീയ സംഘർഷത്തിന് കാരണമായിരിക്കുകയാണ്. ഈ അവകാശവാദം വിലയിരുത്തുന്നതിനു വേണ്ടി ട്രംപിന്റെ സ്വന്തം രാജ്യത്ത് തന്നെയാണ് കൃത്രിമ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമുകൾ സൃഷ്ടിച്ച് അതിലൂടെ NDTV ലളിതമായ ഒരു ചോദ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മരിച്ചു. ഈ ചോദ്യം 5 പ്രധാന അമേരിക്കൻ AI പ്ലാറ്റ്ഫോമുകളായ ചാറ്റ് GPT, ഗ്രോക്ക്, ജെമിനി, മെറ്റ AI, കോപൈലറ്റ് എന്നിവരോട് ചോദിച്ചു. ട്രംപിന്റെ വാദത്തിന് അവരുടെ പ്രതികരണങ്ങൾ ഒരുപോലെ വിരുദ്ധമായിരുന്നു. ചാറ്റ് GPTയുടെ മറുപടി ഇങ്ങനെ: ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മരിച്ചിട്ടില്ല, അത് ചലനാത്മകമാണ്, അത് അഭിലാഷമാണ്. ഇല്ല, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മരിച്ചിട്ടില്ല, ആഗോളതലത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഇത് തുടരുന്നു എന്ന് ജെമിനിയുടെ മറുപടി. ശക്തമായ വളർച്ചയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷത, മെറ്റ AI സമ്മതിക്കുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മരിച്ചിട്ടില്ല, ആഗോളതലത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണിത് എന്ന് കൂടുതൽ വ്യക്തമായ കോപൈലറ്റിന്റെ പ്രതികരണം. അടുത്തുപോലുമില്ല, വാസ്തവത്തിൽ ഇത് തികച്ചും വിപരീതമാണ് എന്ന വിലയിരുത്തൽ. ഇന്ത്യക്കെതിരായ വിമർശനം ട്രംപ് രൂക്ഷമാക്കിയതോടെയാണ് AI വിധികൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ താരിഫ് വർധനയും ഇന്ത്യൻ റഷ്യൻ ക്രൂഡ് ഓയിലും പ്രതിരോധ ഉപകരണങ്ങളും വാങ്ങിയതുമായി ബന്ധപ്പെട്ട അനിശ്ചിതമായ പിഴയും പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഇങ്ങനെയാണ് പോസ്റ്റ് ചെയ്തത്: റഷ്യയുമായി ഇന്ത്യ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല, അവർക്ക് അവരുടെ മൃത സമ്പദ് വ്യവസ്ഥയെ ഒരുമിച്ച് തകർക്കാൻ സാധിക്കും. എനിക്ക് താല്പര്യമുള്ളതെല്ലാം ഇന്ത്യയുമായി ഞങ്ങൾ വളരെ കുറച്ച് മാത്രമേ ബിസിനസ് നടത്തിയിട്ടുള്ളൂ. അവരുടെ താരിഫ് വളരെ ഉയർന്നതാണ്, ലോകത്തിലെ ഏറ്റവും ഉയർന്നവയിൽ ഒന്നാണ്. ട്രംപിന്റെ അവകാശവാദം തള്ളിക്കളഞ്ഞ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണെന്നും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ ആകും എന്ന് വ്യാപകമായി പ്രതീക്ഷിക്കപ്പെടുന്നുവെന്നും പറഞ്ഞു. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് എന്നാൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അംഗീകാരം നൽകുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യയുടെ സാമ്പത്തിക ദിശയെക്കുറിച്ചുള്ള തന്റെ വിമർശനം അദ്ദേഹം ഈ അവസരത്തിൽ ഉപയോഗിച്ചു. അദ്ദേഹം പറയുന്നത് ശരിയാണ്, പ്രധാനമന്ത്രിയും ധനമന്ത്രിയും ഒഴികെ എല്ലാവർക്കും ഇതറിയാം എന്നാണ് രാഹുലിന്റെ വാദം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു മൃത സമ്പദ് വ്യവസ്ഥയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ BJP നേതാക്കളിൽ നിന്ന് ഉടനടി അപലപിക്കപ്പെട്ടു. പാർട്ടി വക്താവ് ജയവീർ ഷെർഗിൽ പറഞ്ഞത് ഇന്ത്യ ഒരു നിർജീവ സമ്പദ് വ്യവസ്ഥയാണെന്ന് രാഹുൽ ഗാന്ധി മാത്രമേ പറയുകയുള്ളൂ. റഷ്യൻ എണ്ണ, പ്രതിരോധ വ്യാപാരം എന്നിവയുമായി ബന്ധപ്പെട്ട പിഴയോടൊപ്പം ഇന്ത്യൻ ഇറക്കുമതികൾക്ക് 25% തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ നീക്കം വ്യാപാര സംഘർഷം വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് മുൻ പ്രസിഡന്റ് ഇന്ത്യൻ വ്യാപാര നയത്തെ ഏറ്റവും കഠിനവും മ്ലേച്ഛവുമായത് എന്ന് വിശേഷിപ്പിച്ചത്. എല്ലാം നല്ലതല്ല, അതിനാൽ ഓഗസ്റ്റ് 1 മുതൽ ഇന്ത്യ 25% തീരുവയും മുകളിൽ പറഞ്ഞതിന് പിഴയും നൽകും എന്നായിരുന്നു ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. ശരിക്കും ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി ഗണ്യമായി വർദ്ധിക്കുകയായിരുന്നു. യുദ്ധത്തിന് മുൻപ് ഇന്ത്യയുടെ എണ്ണ വാങ്ങലിന്റെ 0.2% മാത്രമാണ് റഷ്യൻ ക്രൂഡിന്റെ പങ്ക്. അതിനുശേഷം ആ കണക്ക് 35-നും 40-നും ഇടയിൽ ഉയർന്നു. ഇത് റഷ്യയെ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരാക്കി. എന്തായാലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ജീവനും അല്ലെങ്കിൽ അതിന്റെ മൃത അവസ്ഥയെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ സജീവമാവുമ്പോഴും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കുതിപ്പിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് ഭാരതത്തിന്റെ സർക്കാർ. ന്യൂസ് ഡെസ്ക് കർമ്മ.